നമസ്കാരം. പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമും അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം, കേരള ദേവസ്വം ബോർഡ് LDC എക്സാം എന്നിവ ഇനി വന്നു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഒരു 20 ഡേ സ്പ്രിംഗ് ചലഞ്ച് ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിന്റെ പാർട്ട് 3 അല്ലെങ്കിൽ ഡേ 3 ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒത്തിരി സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ട്, ഒരുപാട് നന്ദി. വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റിയിട്ടാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റിയിട്ടാണ്. ഇപ്പോ PSCയുടെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമായിട്ട് വരുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖലയാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, രണ്ടാം ലോക മഹായുദ്ധം. ആദ്യത്തെ പോയിന്റ്, രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1939 മുതൽ 1945 വരെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1939 മുതൽ 1945 വരെയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സംഘർഷങ്ങളിൽ ഒന്നാണ് രണ്ടാം ലോക മഹായുദ്ധം. ഏകദേശം 70 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ യുദ്ധം ലോകത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചു. അപ്പോ ലോക ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സംഘർഷങ്ങളിൽ ഒന്നാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം എത്രയാ? 1939 മുതൽ 1945 വരെ ആയിരുന്നു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിനുണ്ടായ പ്രധാന കാരണങ്ങളാണ്. ഈ ഭാഗത്ത് നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിനുണ്ടായ പ്രധാന കാരണങ്ങൾ. ഒന്നാമത്തെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് വേഴ്സായ് ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങളാണ്. വേഴ്സായ് ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കടുത്ത നിബന്ധനകൾ. എന്തൊക്കെയായിരുന്നു ആ നിബന്ധനകൾ എന്ന് നോക്കാം. പ്രദേശങ്ങൾ നഷ്ടപ്പെടുക, അതായത് ജർമ്മനി യുദ്ധം ചെയ്ത് പിടിച്ച പ്രദേശങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് വേഴ്സായ് ഉടമ്പടി പ്രകാരം പറഞ്ഞിരിക്കുന്നു. വലിയ നഷ്ടപരിഹാരം നൽകുക, അതായത് ജർമ്മനിയുമായിട്ട് യുദ്ധം ചെയ്ത രാജ്യങ്ങൾക്കെല്ലാം ജർമ്മനി എന്ത് ചെയ്യണം? വലിയ നഷ്ടപരിഹാരം തിരിച്ചു നൽകണമെന്ന് പറഞ്ഞു. അതുപോലെ സൈനിക ശക്തി പരിമിതപ്പെടുത്തുക. ജർമ്മനി തങ്ങളുടെ സൈനിക ശക്തി പരിമിതപ്പെടുത്തണമെന്നും എന്തിൽ പറഞ്ഞിരിക്കുന്നു? വേഴ്സായ് ഉടമ്പടി പ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു രാജ്യം വെറുതെ ഇരിക്കുക സുഹൃത്തുക്കളെ? ഇല്ല. ജർമ്മനിയിൽ വലിയ അസംതൃപ്തിക്ക് ഇത് കാരണമായി. അതോടെ അഡോൾഫ് ഹിറ്റ്ലറെ പോലുള്ള നേതാക്കൾ അധികാരം പിടിച്ചെടുക്കാനായിട്ട് വഴിയൊരുക്കുകയും ചെയ്തു. സെറ്റാണേ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനായിട്ട് വേഴ്സായ് ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കടുത്ത നിബന്ധനകളായിരുന്നു വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും എന്തൊക്കെ നിബന്ധനകളാണ് ഉള്ളത്? ജർമ്മനി പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം തിരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് നൽകുക. അതുപോലെ തന്നെ ജർമ്മനിയുമായി യുദ്ധം ചെയ്ത രാജ്യങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരം ജർമ്മനി നൽകേണ്ടി വരും. അതുപോലെ ജർമ്മനി സൈനിക ശക്തി പരിമിതപ്പെടുത്തണമെന്നും വേഴ്സായ് ഉടമ്പടി പറഞ്ഞു. ഇതൊക്കെ ഒരു രാജ്യം അംഗീകരിക്കുമോ? ജർമ്മനി കണക്കൊരു രാജ്യം അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായത് ഇത് അഡോൾഫ് ഹിറ്റ്ലറെ പോലുള്ള നേതാക്കൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വളർച്ച. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വളർച്ച. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും വളർന്നു. ഈ ഏകാധിപത്യ ഭരണകൂടങ്ങൾ തീവ്രദേശീയത, ആക്രമണാത്മക വിദേശ നയം എന്നിവ പിന്തുടർന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വളർച്ച എന്തിന് കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റലി ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും വളർന്നു. ഈ രണ്ടുപേരും ഏകാധിപത്യ ഭരണകൂടങ്ങളായിരുന്നു. ഇവരെന്ത് ചെയ്തു? തീവ്ര ദേശീയത ജനങ്ങളിൽ വളർത്തി, സൈനിക വികാസമുണ്ടാക്കി, അതുപോലെ തന്നെ ആക്രമണാത്മക വിദേശ നയം സ്വീകരിക്കുക അല്ലെങ്കിൽ പിന്തുടരുകയും ചെയ്തു. അടുത്തതാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താൻ രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസ് ജപ്പാൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ തടയുന്നതിൽ പരാജയപ്പെട്ടു. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയമാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയ്ക്കും നിലനിർത്താൻ രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസിന് എന്നാൽ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ തടയാനായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിലവര് പരാജയപ്പെട്ടു. അടുത്ത രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്
സാമ്പത്തിക മാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. അതും 1929 ലോകത്തിൽ മുഴുവനായിട്ട് വന്ന സാമ്പത്തിക മാന്ദ്യമാണ് കേട്ടോ. അപ്പോ 1929 ആരംഭിച്ച ലോകവ്യാപക സാമ്പത്തിക മാന്ദ്യം പല രാജ്യങ്ങളിലും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായി. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്താ? സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. വർഷം എത്ര ഡിപ്രഷന്റെ? 1929 ഈ 1929 ആരംഭിച്ച ലോകവ്യാപക സാമ്പത്തിക മാന്ദ്യം പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായി. അടുത്തതാണ് ആക്രമണാത്മക വിദേശ നയങ്ങൾ. എന്താ ഈ ആക്രമണാത്മക വിദേശ നയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല സുഹൃത്തുക്കളെ, അടുത്തുള്ള നമ്മുടെ അയൽ രാജ്യത്തെ എന്ത് ചെയ്യുക? അങ്ങ് ആക്രമിക്കുക. ഇതിനെയാണ് ആക്രമണാത്മക വിദേശ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ജർമ്മനി എന്താ ചെയ്തത്? ജർമ്മനി സുഡേറ്റ് ലാൻഡിനെയും അതുപോലെ തന്നെ ഓസ്ട്രിയയെയും അങ്ങ് പിടിച്ചെടുത്തു. ജർമ്മനി എന്ത് ചെയ്തു? സുഡേറ്റ് ലാൻഡിനെയും അതുപോലെ ഓസ്ട്രിയയെയും എന്ത് ചെയ്തു? അങ്ങ് പിടിച്ചെടുത്തു. ഇറ്റലി അബീസീനിയെ ആക്രമിച്ചു. ഇറ്റലി എന്ത് ചെയ്തു? തൊട്ടടുത്ത് വരുന്ന അബീസീനി എന്ന രാജ്യത്തെ ആക്രമിച്ചു. ജപ്പാൻ എന്താ ചെയ്തത്? ചൈനയെയും മഞ്ചൂറിയയെയും എന്ത് ചെയ്തു? ആക്രമിച്ചു. ജപ്പാൻ എന്ത് ചെയ്തു? ചൈനയെയും മഞ്ചൂറിയയെയും ആക്രമിച്ചു. ഇതോടുകൂടിയാണ് എന്ത് ആരംഭിക്കുന്നത്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോ ആക്രമണാത്മക വിദേശ നയം പല രാജ്യങ്ങളും സ്വീകരിച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് ആരൊക്കെയാ? ജർമ്മനിയുണ്ട്, അതുപോലെ ഇറ്റലിയുണ്ട്, ജപ്പാനുണ്ട്. ജർമ്മനി എന്താ ചെയ്തത്? ജർമ്മനി അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന സുഡേറ്റ് ലാൻഡിനെയും ഓസ്ട്രിയയെയും അങ്ങ് പിടിച്ചെടുത്തു. ഇറ്റലി എന്ത് ചെയ്തു? അബീസീനിയെ എന്ത് ചെയ്തു? ആക്രമിച്ചു. ജപ്പാൻ എന്താ ചെയ്തത്? ചൈനയെയും മഞ്ചൂറിയയെയും ആക്രമിച്ചു. ഇതോടുകൂടി എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത്. അടുത്ത പോയിന്റ് ആണ് തുഷ്ടീകരണ നയം. എന്താണ് തുഷ്ടീകരണ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആക്രമണങ്ങളെ ബ്രിട്ടനും ഫ്രാൻസും തടയാൻ ശ്രമിക്കാതെ അനുരഞ്ജന നിലപാട് സ്വീകരിച്ചത് ഹിറ്റ്ലറെ കൂടുതൽ ധാർഷ്ട്യനാക്കാൻ ഇടയാക്കി. ഇതിനെയാണ് ദുഷ്ടീകരണ നയം എന്നറിയപ്പെടുന്നത്. അതായത് ഒരാൾ തെറ്റ് ചെയ്താലും മിണ്ടാതെ ഇരുന്നു കൊടുക്കും കേട്ടോ. അപ്പോ ദുഷ്ടീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആക്രമണങ്ങളെ ബ്രിട്ടനും ഫ്രാൻസും തടയാൻ ശ്രമിച്ചില്ല. ആദ്യമേ തടഞ്ഞിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകില്ലായിരുന്നു. അവരെന്ത് ചെയ്തു? അനുരഞ്ജന നിലപാട് സ്വീകരിച്ചു. ഇത് ഹിറ്റ്ലറെ കൂടുതൽ ധാർഷ്ട്യക്കാരനാക്കാൻ ഇടയാക്കി. അതും എന്തിനു കാരണമായി എന്ന് നമുക്ക് പറയാം? രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതിന് കാരണമായി എന്ന് പറയാം. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രാജ്യങ്ങൾ രണ്ടു ചേരികളായി നിന്നാണ് യുദ്ധം ചെയ്തത് എന്ന് നമുക്കറിയാം. ആ പ്രധാനപ്പെട്ട രണ്ടു ചേരികൾ നമ്മൾ പഠിക്കണം. ഇത് പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. ഏതൊക്കെയാ രണ്ട് ചേരികൾ? ഒന്ന് അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സും, രണ്ടാമത്തത് സഖ്യകക്ഷികൾ അഥവാ അലൈഡ് പവേഴ്സും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്ന രണ്ടു ചേരികൾ ഏതൊക്കെയാ? ഒന്ന് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന ആക്സിസ് പവേഴ്സും മറ്റൊന്ന് സഖ്യകക്ഷികൾ എന്നറിയപ്പെടുന്ന അലൈഡ് പവേഴ്സുമാണ്. ആദ്യം നമുക്ക് അച്ചുതണ്ട് ശക്തികളിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായിട്ടുള്ള രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയുടെ നേതാവാര? അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ഓക്കെയാണ്. അച്ചുതണ്ട് ശക്തിയിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനിയുടെ നേതാവാരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. അച്ചുതണ്ട് ശക്തിയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയുടെ നേതാവ് ബെനീറ്റോ മുസോളിനി ആയിരുന്നു. അച്ചുതണ്ട് ശക്തിയുടെ രണ്ടാമത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇറ്റലി ആയിരുന്നു. ഇറ്റലി അന്നത്തെ നേതാവ് ആരായിരുന്നു? ബെനീറ്റോ മുസോളിനി ആയിരുന്നു. അച്ചുതണ്ട് ശക്തിയുടെ ഭാഗമായി വന്ന മൂന്നാമത്തെ രാജ്യമായിരുന്നു ജപ്പാൻ. ജപ്പാന്റെ അന്നത്തെ നേതാവ് ചക്രവർത്തി ഹിരോഹിതോ, സൈനിക നേതാവ് ഹിഡേക്കി ടോജോയുമായിരുന്നു. ഈ രണ്ട് പേരും മറക്കരുത് കേട്ടോ. അച്ചുതണ്ട് ശക്തികളിൽ മൂന്നാമതായിട്ട് നിന്നത് ആരാ? ജപ്പാനാണ്. ജപ്പാന്റെ നേതാവ് ആരായിരുന്നു? ചക്രവർത്തി ഹിരോഹിതോ ആയിരുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ സൈനിക നേതാവ് ആരായിരുന്നു? ഹിഡേക്കി ടോജോയുമായിരുന്നു. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് സഖ്യകക്ഷികളിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. സഖ്യകക്ഷികളുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഒന്നാമതായി നിന്നത് ബ്രിട്ടൻ തന്നെയാണ്. അന്നത്തെ ബ്രിട്ടീഷ് നേതാവ് ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. സെറ്റാണ്. അപ്പോ സഖ്യകക്ഷികളിൽ ആദ്യമായിട്ട് നിന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടന്റെ അന്നത്തെ നേതാവ് ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. രണ്ടാമത്തെ രാജ്യം ഫ്രാൻസ് ആയിരുന്നു. സഖ്യകക്ഷികളിൽ വന്ന രണ്ടാമത്തെ രാജ്യം ഫ്രാൻസ് ആയിരുന്നു.
സഖ്യകക്ഷികളിൽ വന്ന മൂന്നാമത്തെ രാജ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സഖ്യകക്ഷികളിൽ വന്ന മൂന്നാമത്തെ രാജ്യം ഏതാ? സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതാവ് ആരായിരുന്നു? ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ നേതാവ് ആരായിരുന്നു? ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. സഖ്യകക്ഷികളിൽ വന്ന നാലാമത്തെ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ അന്നത്തെ നേതാക്കൾ എന്ന് പറഞ്ഞാല് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ ഹാരി എസ് ട്രൂമാനുമായിരുന്നു. സെറ്റാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യകക്ഷികളുടെ ഭാഗമായ രാജ്യം ഏതായിരുന്നു? നാലാമത്തത് അമേരിക്കയായിരുന്നു. അന്ന് അമേരിക്കയുടെ നേതാക്കൾ എന്ന് പറയുന്നത് ആരൊക്കെയാ? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ ഹാരി എസ് ട്രൂമാനുമായിരുന്നു. ഓർക്കുക, ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു. ഇതോടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു. ഇതോടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നു. 1939 സെപ്റ്റംബർ 3-ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. 1939 സെപ്റ്റംബർ 3-ാം തീയതി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അടുത്തതാണ് ബ്ലിറ്റ്സ് ക്രീഗ്. എന്താണ് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ സൈന്യം മിന്നൽ വേഗത്തിൽ അക്രമങ്ങൾ നടത്തി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കീഴടക്കി. ഇതറിയപ്പെടുന്ന പേരാണ് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന്. അപ്പൊ എന്താ ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് പറഞ്ഞാൽ? ജർമ്മൻ സൈന്യം മിന്നൽ വേഗത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ഫ്രാൻസിനെയും അതുപോലെ അതിന്റെ ഭാഗമായുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും കീഴടക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന്. അടുത്തതാണ് ബ്രിട്ടന്റെ യുദ്ധം. ആരുടെയാണ്? ബ്രിട്ടന്റെ യുദ്ധം. 1940 ബ്രിട്ടനെ വ്യോമാക്രമണത്തിലൂടെ കീഴടക്കാൻ ജർമ്മനി ശ്രമിച്ചുവെങ്കിലും ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് അതിനെ വിജയകരമായി ചേർത്തു. ബ്രിട്ടന്റെ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1940 ബ്രിട്ടനെ വ്യോമാക്രമണത്തിലൂടെ കീഴടക്കാൻ ജർമ്മനി ശ്രമിച്ചെങ്കിലും ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് അതിനെ വിജയകരമായി ചേർത്തു. അടുത്തതാണ് ഓപ്പറേഷൻ ബാർബറോസ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ഓപ്പറേഷൻ ബാർബറോസ. 1941 ജൂൺ 22-ന് ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നു. ഇത് കിഴക്കൻ മുന്നണിയിൽ ഒരു വലിയ യുദ്ധത്തിന് കാരണമായി. ഇതിനെയാണ് ഓപ്പറേഷൻ ബാർബറോസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെയാണ്. അപ്പൊ എന്താ ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1941 ജൂൺ 22-ന് ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നു. ഇത് കിഴക്കൻ മുന്നണിയിലെ ഒരു വലിയ യുദ്ധത്തിന് കാരണമായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ബാർബറോസ എന്ന്. അടുത്തതാണ് പേൾ ഹാർബർ ആക്രമണം. ഇതൊക്കെ പഠിച്ചു വെച്ചോളനെ. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് പേൾ ഹാർബർ ആക്രമണം. 1941 ഡിസംബർ മാസം 7-ാം തീയതി ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ സൈനിക താവളം ആക്രമിക്കുന്നു. ഇതോടെ അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ PSC ചോദിച്ച ചോദ്യം അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാൻ കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആക്രമണം ഏതെന്ന് ചോദിച്ചാൽ പേൾ ഹാർബർ ആക്രമണമാണ്. നടത്തിയ രാജ്യം ഏതാ? ജപ്പാനാണ്. അപ്പോൾ പേൾ ഹാർബർ ആക്രമണം എന്തെന്ന് ചോദിച്ചാൽ 1941 ഡിസംബർ മാസം 7-ന് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ സൈനിക താവളം ആക്രമിക്കുന്നു. ഇതോടെ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഒഫീഷ്യലായിട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നു. അതുവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളായിരുന്നു. ഒഫീഷ്യലായിട്ട് പ്രവേശിച്ചപ്പോഴാ പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷമാണ്. അടുത്തതാണ് സ്റ്റാലിൻഗ്രാഡ് യുദ്ധം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സ്റ്റാലിൻഗ്രാഡ് യുദ്ധം. സോവിയറ്റ് യൂണിയനിൽ നടന്ന ഈ യുദ്ധം കിഴക്കൻ മുന്നണിയെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ജർമ്മനി ഇവിടെ കനത്ത പരാജയം നേരിട്ടു. അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ മുമ്പില് ജർമ്മനി കനത്ത പരാജയം നേരിട്ട യുദ്ധമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാലിൻഗ്രാഡ് യുദ്ധമാണ്. അപ്പോൾ എന്താ സ്റ്റാലിൻഗ്രാഡ് യുദ്ധം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ നടന്ന ഈ യുദ്ധം കിഴക്കൻ മുന്നണിയിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ജർമ്മനി ഇവിടെ കനത്ത പരാജയം നേരിട്ടു. അപ്പോ ജർമ്മനിയെ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്തിയ യുദ്ധം എന്നറിയപ്പെടുന്നത് സ്റ്റാലിൻഗ്രാഡ് യുദ്ധമാണ്. അടുത്തതാണ് നോർമാൻഡി ലാൻഡിംഗ്. എന്താണ് നോർമാൻഡി ലാൻഡിംഗ്? 1944 ജൂൺ 6-ന് സഖ്യകക്ഷികൾ ഫ്രാൻസിലെ നോർമാൻഡിയിൽ കരസേനയെ ഇറക്കി പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു പുതിയ മുന്നണി തുറന്നു. എന്താ നോർമാൻഡി ലാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1944 ജൂൺ 6-ന് സഖ്യകക്ഷികളായിട്ടുള്ള ഫ്രാൻസിലെ നോർമാൻഡിയില് കരസേനയെ ഇറക്കുകയും അതിനോടൊപ്പം പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു പുതിയ മുന്നണി തുറക്കുകയും ചെയ്തു.
അടുത്തതാണ് ഇറ്റലിയുടെ കീഴടങ്ങൽ. എന്താണ് ഇറ്റലിയുടെ കീഴടങ്ങല്? 1943 ഇറ്റലി സഖ്യകക്ഷികളോട് കീഴടങ്ങി. 1943 ബെനീറ്റോ മുസോളിയുടെ കീഴിലുണ്ടായിരുന്ന ഇറ്റലി എന്ത് ചെയ്തു? സഖ്യകക്ഷികളോട് കീഴടങ്ങുകയും ചെയ്തു. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹിറ്റ്ലറുടെ മരണം. 1945 ഏപ്രിൽ 30 അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 ഏപ്രിൽ 30 അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്താൽ പിന്നെ ജർമ്മനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അടുത്ത പോയിന്റ് എന്താ? ജർമ്മനിയുടെ കീഴടങ്ങലാണ്. 1945 മെയ് 8 ജർമ്മനി നിരുപാധികം കീഴടങ്ങി. 1945 മെയ് 8 ജർമ്മനി നിരുപാധികം കീഴടങ്ങുകയും ചെയ്തു. അപ്പോഴും കീഴടങ്ങാത്ത ഒരേ ഒരു രാജ്യമേ ഉള്ളായിരുന്നു, അതായിരുന്നു ജപ്പാൻ. ജപ്പാൻ ഒരു വിധത്തിൽ തോൽവി സമ്മതിക്കൂല. യുദ്ധം 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 തന്നെയായിരുന്നു. അങ്ങനെ 1945 ഓഗസ്റ്റ് 6 നമ്മുടെ USA അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്തു? ജപ്പാനെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ഹിരോഷിമയിൽ ആദ്യമായിട്ട് അണുബോംബ് പ്രയോഗം ഉണ്ടായി. അപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗം ഉണ്ടായതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജർമ്മനി കീഴടങ്ങി കഴിഞ്ഞിട്ടും ഒരൊറ്റ രാജ്യം മാത്രം ഈ പറഞ്ഞിരിക്കുന്ന സഖ്യകക്ഷികളോട് കീഴടങ്ങിയില്ല. ആ രാജ്യമാണ് ജപ്പാൻ. അപ്പോ ആക്സിസ് പവറിൽ ഉണ്ടായിരുന്ന ജർമ്മനി കീഴടങ്ങി, ഇറ്റലി കീഴടങ്ങി. പക്ഷെ ജപ്പാൻ മാത്രം എന്ത് ചെയ്തില്ല? തോൽവി സമ്മതിച്ചില്ല. അവരെന്ത് ചെയ്തു? അമേരിക്കനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അതോടുകൂടി 1945 ലോകം കണ്ട ആദ്യത്തെ അണുബോംബ് പ്രയോഗം നടന്നു കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് നടന്നത്? ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് നടന്നത് ജപ്പാനിലെ. അപ്പോ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗം നടന്നത് 1945 ജപ്പാനെ കീഴടക്കാൻ അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലുമുള്ള അണുബോംബ് പ്രയോഗമാണ് നമ്മൾ പറഞ്ഞത്. ജപ്പാനെ കീഴടക്കാൻ വേണ്ടി അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. അതോടുകൂടി ജപ്പാൻ എന്ത് ചെയ്യുന്നു? കീഴടങ്ങുന്നു. അങ്ങനെ 1945 സെപ്റ്റംബർ 2 ജപ്പാൻ നിരുപാധികം കീഴടങ്ങി. ഇതോടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ജപ്പാന്റെ കീഴടങ്ങലോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. എന്നാ അത് നടന്നത്? 1945 സെപ്റ്റംബർ മാസം 2-ാം തീയതി ജപ്പാൻ നിരുപാധികം കീഴടങ്ങി. ഇതോടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. ഇതൊരു ടൈം ലൈൻ പോലെ ഇങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നോക്കുവാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് പോയിന്റ്സ് മാത്രമെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ പോയിന്റ് ആണ് വൻതോതിലുള്ള ആൾനാശവും നാശനഷ്ടങ്ങളും. ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ഇത്. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? രണ്ടാം ലോക മഹായുദ്ധം കാരണം ലോകത്ത് വൻതോതിലുള്ള ആൾനാശവും നാശനഷ്ടവും സംഭവിച്ചു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്നത്. ഇതുമൂലം കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെടുകയും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ പല രാജ്യങ്ങൾക്കും ഉണ്ടാവുകയും ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം. ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം. ഭാവിയിൽ ഇത്തരം യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടു. എന്തു കാരണം? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത്. മൂന്നാമത്തെ പോയിന്റ് ശീതയുദ്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ കോൾഡ് വാറിന്റെ തുടക്കം. ലോകം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയുമായി വേർതിരിഞ്ഞു. ഇത് ദീർഘകാലത്തെ ശീതയുദ്ധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പൊ എന്താ ശീതയുദ്ധം എന്ന് പറഞ്ഞാൽ? ലോകം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയുമായിട്ട് വേർതിരിഞ്ഞു. എന്നിട്ട് അവിടെ എന്താണ് ശീതയുദ്ധം ആരംഭിച്ചു. അതായത് ടെക്നോളജിക്കൽ പരമായിട്ട് വളരുക, അല്ലാതെ തമ്മിൽ യുദ്ധം ചെയ്ത് പണം ചെലവാക്കാതെ ആ സമ്പത്ത് അല്ലെങ്കിൽ പണം മുഴുവൻ ടെക്നോളജി വികസിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. ഇതായിരുന്നു ശീതയുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓർക്കുക. കോളനിവൽക്കരണത്തിന്റെ അന്ത്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യ സഹിതമുള്ള രാജ്യങ്ങൾക്ക് ഉപയോഗമുണ്ടായ ഒരു കാര്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി പല രാജ്യങ്ങളും
പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? സാമ്പത്തികമായി തളർന്നു. അതോടുകൂടിയാണ് കോളനിവൽക്കരണത്തിന്റെ അന്ത്യം, ദ എൻഡ് ഓഫ് കൊളോണിസം എന്ന് പറയുന്നത് ഉണ്ടായത്. യൂറോപ്യൻ രാജ്യങ്ങൾ ദുർബലരായതോടെ പല കോളനികളും സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യയടക്കം പല രാജ്യങ്ങൾക്കും ഇത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി. അപ്പോൾ കോളനിവൽക്കരണത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? യൂറോപ്യൻ രാജ്യങ്ങൾ ദുർബലരായതോടെ പല കോളനികൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടി വന്നു അവർക്ക്. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഇതോടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ലോകശക്തികളായിട്ടുള്ള ഉയർച്ച. ഈ രണ്ടു രാജ്യങ്ങളും ലോകത്തിലെ പ്രധാന ശക്തികളായിട്ട് മാറുകയും ചെയ്തു. അപ്പോ അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്തു? ലോകത്തിലെ പ്രബലമായ രണ്ട് ശക്തി രാജ്യങ്ങളായിട്ട് വളരുവാൻ കാരണം രണ്ടാം ലോക മഹായുദ്ധമാണ്. അവർ ഈ ലോകത്തിലെ പ്രധാന രണ്ട് ശക്തികളായിട്ട് മാറുകയും ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യയുടെ വികസനം, യുദ്ധാവശ്യങ്ങൾക്കായി പുതിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചു. അത് മാത്രമാണോ? അല്ല. കോൾഡ് വാർ വന്ന സമയത്ത് നമ്മുടെ സ്പേസ് ടെക്നോളജി വളർന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിസിൻസിൽ കൂടുതലായിട്ട് റിസർച്ചുകൾ വന്നു. നമ്മുടെ സയൻസ് മേഖല വൻതോതിൽ വളർന്നു, അല്ലെങ്കിൽ സാങ്കേതിക മേഖല വൻതോതിൽ വളർന്നു. ഇതൊക്കെ സംഭവിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന കോൾഡ് വാർ ആണ്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടന്നത്? വംശഹത്യകൾ നടന്നത്. നമ്മൾ ഒരുപാട് കേട്ട് കാണും. ഹോളോകോസ്റ്റ് എന്ന പേരിൽ. എന്താ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസികളുടെ നേതൃത്വത്തില് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും വലിയൊരു ദുഷ്കരമായ കാര്യം എന്നറിയപ്പെടുന്നത് വംശഹത്യകളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹോളോകോസ്റ്റ്. നാസികളുടെ നേതൃത്വത്തിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹോളോകോസ്റ്റ് ഉൾപ്പെടെയുള്ള വംശഹത്യകൾ നടന്നതും രണ്ടാം ലോക മഹായുദ്ധം മൂലമുണ്ടായ അനന്തരഫലങ്ങളുടെ ഭാഗമാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കുറച്ച് കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികളും അവരുടെ സ്മാരകങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികളും അവരുടെ സ്മാരകങ്ങളും. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, ഇതിൽ PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റ്സ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരൊറ്റ പോയിന്റും എടുത്തിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി പഠിക്കേണ്ടത് അപ്പൻ തമ്പുരാൻ സ്മാരകം. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ, തൃശൂർ ജില്ല. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അയ്യന്തോൾ, തൃശൂർ ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ, ആലപ്പുഴയിലാണ്. അതുപോലെ കിള്ളിക്കുറിശിമംഗലം, പാലക്കാടാണ്. അതായത് കുഞ്ചൻ നമ്പ്യാർക്ക് രണ്ട് സ്മാരകമുണ്ട് കേട്ടോ. ഒന്ന് എവിടെയാ? അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ല. മറ്റൊന്ന് എവിടെയാ? കിള്ളിക്കുറിശിമംഗലം, പാലക്കാട് ജില്ല. അടുത്തതാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകമാണ് കേരളവർമ്മ സൗധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഇലവുംതിട്ട, പത്തനംതിട്ട ജില്ലയിലാണ്. ഇങ്ങനെ തന്നെ ഓർത്തോളണേ. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകത്തിന്റെ പേരെന്താ? കേരളവർമ്മ സൗധം എന്നാണ്. ഇത് ഇലവുംതിട്ട, പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. AR രാജരാജവർമ്മയുടെ സ്മാരകമാണ് ശാരദ മന്ദിരം എന്നറിയപ്പെടുന്നത്. ഇത് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആലപ്പുഴ ജില്ല. AR രാജരാജവർമ്മയുടെ സ്മാരകം അറിയപ്പെടുന്ന പേരെന്താ? ശാരദ മന്ദിരം എന്നാണ്. ഇത് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആലപ്പുഴ ജില്ല. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി, തിരുവനന്തപുരം ജില്ല. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി, തിരുവനന്തപുരം ജില്ല. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. ചെറുകാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ചെറുകാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. നിരണം കവികളുടെ സ്മാരകം അറിയപ്പെടുന്ന പേര് കണ്ണശ സ്മാരകം എന്നാണ്. ഇത് നിരണം, പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നിരണം കവികളുടെ സ്മാരകം അറിയപ്പെടുന്ന പേരെന്താ? കണ്ണശ സ്മാരകം എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിരണം, പത്തനംതിട്ട ജില്ല. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കടക്കരപ്പള്ളി, ചേർത്തല, ആലപ്പുഴ ജില്ല. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കടക്കരപ്പള്ളി, ചേർത്തല, ആലപ്പുഴ ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി, എറണാകുളം ജില്ല. VT ഭട്ടതിരിപ്പാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അങ്കമാലി, എറണാകുളം ജില്ല. ഓർക്കുക. ഇടശ്ശേരി സ്മാരക സമിതി സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി, മലപ്പുറം. ഇടശ്ശേരി സ്മാരക സമിതി സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി, മലപ്പുറം ജില്ല. OV വിജയൻ സ്മാരക സമിതി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല. OV വിജയൻ സ്മാരക സമിതി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല. VKN സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവില്ലാമല, തൃശൂർ ജില്ല. VKN സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവില്ലാമല, തൃശൂർ ജില്ല.
കുമാരനാശാൻ സ്മാരകം അറിയപ്പെടുന്ന പേരാണ് ആശാൻ സ്മാരകം എന്ന്. അത് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ല. കുമാരനാശാന്റെ സ്മാരകം അറിയപ്പെടുന്ന പേര് ആശാൻ സ്മാരകം എന്നാണ്. സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ല. ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളി, എറണാകുളം ജില്ല. ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി, എറണാകുളം ജില്ല. വൈലോപ്പിള്ളി സ്മാരകം അറിയപ്പെടുന്ന പേരാണ് സംസ്കൃതി ഭവൻ എന്ന്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. വൈലോപ്പിള്ളിയുടെ സ്മാരകം അറിയപ്പെടുന്ന പേരെന്താ? സംസ്കൃതി ഭവൻ എന്നാണ്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചന്ദനക്കാവ്, തിരുനാവായ, മലപ്പുറം ജില്ല. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചന്ദനക്കാവ്, തിരുനാവായ, മലപ്പുറം ജില്ല. ഇതിനകത്ത് ചന്ദനക്കാവും PSC ആൻസർ കൊടുത്തിട്ടുണ്ട്, മലപ്പുറം ജില്ലയും ആൻസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കണം. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചന്ദനക്കാവ്, തിരുനാവായ, മലപ്പുറം ജില്ല. ചെറുകാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ചെറുകാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പൂക്കാവ്, തൃശൂർ ജില്ല. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പൂക്കാവ്, തൃശൂർ ജില്ല. ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രാമമംഗലം, എറണാകുളം ജില്ല. ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രാമമംഗലം, എറണാകുളം ജില്ല. മൊയ്യൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി, മലപ്പുറം. മൊയ്യൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി, മലപ്പുറം. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായി, പാലക്കാട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായി, പാലക്കാട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോട്ടയത്താണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം അറിയപ്പെടുന്ന പേരാണ് ആകാശമിട്ടായി എന്ന്. അത് സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂര്, കോഴിക്കോട് ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമാണ് ആകാശമിട്ടായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂർ, കോഴിക്കോട് ജില്ലയിലാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ ഭരണ പരിഷ്കരണ കമ്മീഷനുകളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. കേരളത്തിലെ ഭരണ പരിഷ്കരണ കമ്മീഷനുകൾ. കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന ഭരണ പരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം 4 കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന ഭരണ പരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം എത്രയാ? 4. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 1957. ഒന്നാം ഭരണ പരിഷ്കരണ കമ്മീഷൻ എന്നാ വന്നത് കേരളത്തില്? 1957. അതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടായിരുന്നു. അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു ഒന്നാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനായ വ്യക്തി. അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് ശുപാർശ ചെയ്തു. പഠിച്ചോളണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് ശുപാർശ ചെയ്ത ഭരണപരിഷ്കരണ കമ്മീഷൻ ഏതാ? ഒന്നാം ഭരണ പരിഷ്കരണ കമ്മീഷൻ. വർഷം 1957. ഇനി നമുക്ക് നോക്കുവാനുള്ളത് രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 1965. രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 1965. രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് MK വെള്ളോടിയായിരുന്നു. രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? MK വെള്ളോടിയായിരുന്നു. കേരളത്തിൽ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച ഏക IAS ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അത് MK വെള്ളോടിയാണ്. കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച ഏക IAS ഉദ്യോഗസ്ഥനാരാ? MK വെള്ളോടിയാണ്. കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാതെ ഒരു വ്യക്തി അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഏക ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷനാണ്. കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാതെ ഒരു വ്യക്തി അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഏക ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷനാണ്. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശയായിരുന്നു ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. എന്താണ്? ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ സമർപ്പിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചാൽ രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 1965 ഓർക്കുക. മൂന്നാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 1997. മൂന്നാം ഭരണ പരിഷ്കരണ കമ്മീഷൻ വന്നതെന്നാ 1997. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? EK നയനാരായിരുന്നു. അപ്പോ മൂന്നാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? EK നയനാരായിരുന്നു. മൂന്നാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ പ്രധാന ശുപാർശകളായിരുന്നു
ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാതൃകയിൽ കേരള സിവിൽ സർവീസ് പുനഃസംഘടിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മൂന്നാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശ എന്തായിരുന്നു? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാതൃകയിൽ കേരള സിവിൽ സർവീസ് പുനഃസംഘടിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനായിരുന്നു മൂന്നാം ഭരണ പരിഷ്കരണ കമ്മീഷൻ. വർഷം 1997. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാലാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 2016. നാലാം ഭരണ പരിഷ്കരണ കമ്മീഷൻ 2016. നാലാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു VS അച്യുതാനന്ദൻ. ഇദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അല്ലെ. അപ്പോൾ നാലാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? VS അച്യുതാനന്ദൻ ആയിരുന്നു. നാലാം ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് 2016 ഓഗസ്റ്റിലാണ്. ഓർത്തോളനെ, നാലാം ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 2016 ഓഗസ്റ്റിനാണ്. 2021 ജനുവരി 30 VS അച്യുതാനന്ദൻ അധ്യക്ഷ പദവി രാജിവെക്കുകയും ചെയ്തു. 2021 ജനുവരി 30 VS അച്യുതാനന്ദൻ അധ്യക്ഷ പദവി രാജിവെക്കുകയും ചെയ്തു. ഇതുകൂടെ ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നാലാം ഭരണ പരിഷ്കരണ കമ്മീഷൻ കൊണ്ടുവന്ന പ്രധാന ശുപാർശകളാണ്. നാലാം ഭരണ പരിഷ്കരണ കമ്മീഷൻ കൊണ്ടുവന്ന പ്രധാന ശുപാർശകൾ: സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. പ്രോജക്റ്റ് ഫിനാൻസിംഗ് ആൻഡ് മാനേജ്മെന്റ് സെൽ രൂപീകരിക്കുക. പ്രോജക്റ്റ് ഫിനാൻസിംഗ് ആൻഡ് മാനേജ്മെന്റ് സെൽ രൂപീകരിക്കുക. സർക്കാർ കൈവശ ഭൂമിയുടെ ഡേറ്റാബേസ് തയ്യാറാക്കുക. അതായത് സർക്കാർ കൈവശ ഭൂമിയുടെ ഡേറ്റാബേസ്, സർക്കാരിന്റെ കയ്യിരിക്കുന്ന ഭൂമിയുടെ ഡേറ്റാബേസ് തയ്യാറാക്കുക. കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കുക. കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കുക. സർക്കാർ ജീവനക്കാർക്ക് വാർഷിക ആരോഗ്യ പരിശോധന നിർബന്ധമാക്കുക. സർക്കാർ ജീവനക്കാർക്ക് വാർഷിക ആരോഗ്യ പരിശോധന നിർബന്ധമാക്കുക. ഇത്രയും ശുപാർശ ചെയ്ത കമ്മീഷനായിരുന്നു നാലാം ഭരണ പരിഷ്കാര കമ്മീഷൻ. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയിട്ടാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരാതികളും അതിവേഗം തീർപ്പാക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഒരു അർദ്ധ നീതിന്യായ സ്ഥാപനമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരാതികളും അതിവേഗം തീർപ്പാക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഒരു അർദ്ധ നീതിന്യായ സ്ഥാപനമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 323A ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? അനുച്ഛേദം 323A ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ നിയമം നിലവിൽ വന്നത് 1985. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം നിലവിൽ വന്നത് 1985ലാണ്. ഒരു സംസ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ രൂപീകരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒരു സംസ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ രൂപീകരിക്കുവാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിലാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് എന്നാ? 2010 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചത് 2011 ഡിസംബർ 22-ന്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചത് 2011 ഡിസംബർ മാസം 22-ാം തീയതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായരാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അംഗങ്ങളുടെ എണ്ണം 6 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാ? 6 ആണ്. ആരൊക്കെയാത്? ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, 2 ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, 3 അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സെറ്റാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അംഗങ്ങളുടെ എണ്ണം 6 ആണ്. എങ്ങനെയാ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? ഒരു ചെയർമാൻ, 2 ജുഡീഷ്യൽ മെമ്പർമാര്, 3 അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർമാര്. ഇങ്ങനെ മൊത്തം 6 അംഗങ്ങളാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഉള്ളത്. ഓർക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്.
കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാന്റെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം പൂർത്തിയാവുന്നത് അതനുസരിച്ചാണ് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ഇതിൽ ഏതാണോ ആദ്യം എത്തുന്നത് അങ്ങനെയായിരിക്കും അടുത്ത വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രകാരം ഒരു പരാതി സമർപ്പിക്കുവാനുള്ള ഫീസ് 50 രൂപയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രകാരം ഒരു പരാതി സമർപ്പിക്കുവാനുള്ള ഫീസ് എത്രയാ? 50 രൂപയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് രജിസ്ട്രാർക്ക് മുൻപാകെയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് ആരുടെ മുമ്പിലാ? രജിസ്ട്രാർക്ക് മുമ്പിലാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് തിരുവനന്തപുരം കൂടാതെ ഏത് നഗരത്തിലാണ് ബെഞ്ചുള്ളതെന്ന് ചോദിച്ചാൽ എറണാകുളത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. എന്നാൽ അതിന്റെ ഒരു ബെഞ്ച് എവിടെ പ്രവർത്തിക്കുന്നുണ്ട്? എറണാകുളത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അധികാര പരിധിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അധികാര പരിധി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ നിയമനം, സേവന വ്യവസ്ഥ, സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം, സസ്പെൻഷൻ, മറ്റു അച്ചടക്ക നടപടികൾ തുടങ്ങിയവ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ നിയമനം, സേവന വ്യവസ്ഥ, സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം, സസ്പെൻഷൻ, മറ്റ് അച്ചടക്ക നടപടികൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ആർക്ക് അവകാശമുണ്ട്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങൾ, നിയമന ശുപാർശകൾ, ഒഴിവുകൾ നികത്തൽ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യൽ, പരീക്ഷ നടത്തിയതിലെ ന്യൂനതകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വീകരിക്കാനും ആർക്ക് അവകാശമുണ്ട്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അധികാരമുണ്ട് കേട്ടോ. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങള്, നിയമന ശുപാർശകള്, ഒഴിവുകൾ നികത്തൽ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യൽ, പരീക്ഷ നടത്തിയതിലെ ന്യൂനതകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസെടുക്കാൻ അല്ലെങ്കിൽ എന്താണ് തീരുമാനം പറയാൻ അല്ലെങ്കിൽ പരാതി സ്വീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയുമുള്ള താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങളും തർക്കങ്ങളും സ്വീകരിക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയുമുള്ള താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നതിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കാര്യങ്ങളും ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നതാണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കാര്യങ്ങളും ട്രിബ്യൂണലിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇത്രയുമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പ്രധാനപ്പെട്ട അധികാര പരിധി എന്ന് പറയുന്നത്. ഓർക്കുക, ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അടുത്തതായി നമുക്ക് നോക്കേണ്ട ടോപ്പിക്കാണ് കേരളവും മത്സ്യബന്ധനവും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളവും മത്സ്യബന്ധനവും. കേരള സംസ്ഥാന കടലോര മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം 222. പ്രീവിയസ് ആണ്. കേരള സംസ്ഥാനത്തെ കടലോര മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം എത്രയാ? 222 ആണ്. കേരള സംസ്ഥാന ഉൾനാടൻ മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം 113. കേരള സംസ്ഥാന ഉൾനാടൻ മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം 113. കേരള ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച വർഷം 1956. കേരള ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച വർഷം 1956. കേരള ഫിഷറീസ് വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള ഫിഷറീസ് വകുപ്പിന്റെ ആസ്ഥാനം ഏതാ? തിരുവനന്തപുരം ജില്ലയാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ല. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയും കേരള ഫിഷറീസ് വകുപ്പിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയുമാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം 1980. കേരളത്തിലെ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം 1980 ആണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കപ്പെട്ട വർഷം 1988. കേരളത്തിലെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ വർഷം 1988. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. കേരളത്തിലെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 കമ്മിറ്റികളാണ് മുരാരി കമ്മീഷനും മീന കുമാരി കമ്മീഷനും.
ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 കമ്മിറ്റികളാണ് മുരാരി കമ്മീഷനും മീനാകുമാരി കമ്മീഷനും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2007. ഇമ്പോർട്ടന്റ് ആണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2007 ആണ്. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന മത്സ്യം മത്തിയാണ്. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന മത്സ്യം ഏതാ? മത്തിയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം എന്ന് ചോദിച്ചാൽ മിസ് കേരളയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം എന്ന് ചോദിച്ചാൽ അത് മിസ് കേരളയാണ്. ഗ്രീൻ ക്രോമൈഡ്, പേൾ സ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന മത്സ്യം കരിമീൻ. ഗ്രീൻ ക്രോമൈഡ്, പേൾ സ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന മത്സ്യം ഏതാ? കരിമീനാണ്. കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്ന കാലയളവ് 2010-2011. കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്ന കാലയളവ് 2010-2011. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. ചാകരയ്ക്ക് പേരുകേട്ട ആലപ്പുഴ ജില്ലയിലെ പ്രദേശം പുറക്കാട്. ചാകരയ്ക്ക് പേരുകേട്ട ആലപ്പുഴ ജില്ലയിലെ പ്രദേശം പുറക്കാട്. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. വനിതാ മത്സ്യവിപണന തൊഴിലാളികൾക്കുള്ള സൗജന്യ ബസ് സർവീസ് ആണ് സമുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. വനിതാ മത്സ്യ വിപണന തൊഴിലാളികൾക്കുള്ള സൗജന്യ ബസ് സർവീസ് ആണ് സമുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ തീരദേശ മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. ഓർക്കണേ, കേരളത്തിലെ തീരദേശ മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആണ് പ്രതീക്ഷ. ഈ ആംബുലൻസ് തുടങ്ങിയത് വിഴിഞ്ഞത്താണ് കേട്ടോ, തിരുവനന്തപുരം ജില്ലയില്. അപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏതാണ്? പ്രതീക്ഷയാണ്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം വിഴിഞ്ഞം. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടി, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടി, കണ്ണൂർ ജില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രി മേഖലയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് തന്നെയാണ്, എന്നാലും ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറയുന്നതാണ്. ചില പ്രത്യേക പോയിന്റ്സുകൾ ഒന്നെടുത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് നോക്കുവാനുള്ളത് ജലത്തിനെ പറ്റിയാണ്. ആരെ പറ്റിയാ? ജലത്തിനെ പറ്റി. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ജലമാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ജലമാണ്. ആദാമിന്റെ മദ്യം എന്നറിയപ്പെടുന്ന ദ്രാവകം ജലമാണ്. ആദാമിന്റെ മദ്യം എന്നറിയപ്പെടുന്ന ദ്രാവകം ജലമാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പദാർത്ഥം ജലമാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പദാർത്ഥം ജലമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ദ്രാവകം എന്നറിയപ്പെടുന്നത് ജലമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ദ്രാവകം എന്നറിയപ്പെടുന്നത് ജലമാണ്. മനുഷ്യന്റെ ശരീരഭാരത്തിന്റെ മുഖ്യഭാഗവും പ്രദാനം ചെയ്യുന്നത് ജലമാണ്. മനുഷ്യ ശരീരഭാരത്തിന്റെ മുഖ്യഭാഗവും പ്രദാനം ചെയ്യുന്നത് ആരാണ്? ജലമാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ഓക്സിജൻ. ആരെയാണ്? ഓക്സിജനെ പറ്റി. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ആരാ? ഓക്സിജൻ ആണ്. പക്ഷെ അത് ടൈറ്റാനിയം ഓക്സൈഡ് എന്നുള്ള രൂപത്തിലാണ് കാണപ്പെടുന്നതേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാകുമ്പോൾ ലഭിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാൽ ലഭിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തില് ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. തീ കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. തീ കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്നറിയപ്പെടുന്നത് ആരാ? ഓക്സിജൻ ആണ്. അടുത്തതാണ് ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്നത് ആരാ? ഹൈഡ്രജൻ ആണ്. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. നക്ഷത്രങ്ങളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. നക്ഷത്രങ്ങളിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം എന്നറിയപ്പെടുന്നത് ആരാ? ഹൈഡ്രജൻ ആണ്. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജൻ ആണ്. അണുസംഖ്യയും അണുഭാരവും, അതായത് അറ്റോമിക് മാസും അറ്റോമിക് നമ്പറും തുല്യമായ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സൂര്യനിലെ ഊർജ്ജ സ്രോതസ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. സൂര്യനിലെ എന്നല്ല, ഏതൊരു നക്ഷത്രത്തിലെ ഊർജ്ജ സ്രോതസ് എന്നറിയപ്പെടുന്നത് ആരാ? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന പേരിനർത്ഥമുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന പേരിനർത്ഥമുള്ള മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ്. അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മെഴുകുതിരി, വിറക് എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മെഴുകുതിരി, വിറക് എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മാവ്, കള്ള് എന്നിവ പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മാവ്, കള്ള് എന്നിവ പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കക്ക, ചിപ്പി, ചുണ്ണാമ്പ് കല്ല് എന്നിവ ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കക്ക, ചിപ്പി, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവ ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സോഡാ വെള്ളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സോഡാ വെള്ളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോൽപ്പന്നം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിന്റെ ഉപോൽപ്പന്നം എന്നറിയപ്പെടുന്നത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ഹെമറ്റൈറ്റ് ഇരുമ്പിന്റെ അയിരാണ്. ഇങ്ങനെ അങ്ങ് ഓർത്തു വെച്ചോളണം. ഹെമറ്റൈറ്റ് ആരുടെ അയിരാ? ഇരുമ്പിന്റെ അയിരാണ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ഇരുമ്പാണ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ഇരുമ്പാണ്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഇരുമ്പാണ്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഏതാ? ഇരുമ്പാണ്. അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. നമ്മൾ സ്പോഞ്ചി അയൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോ അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. അതിൽ തന്നെ സ്പോഞ്ചി അയൺ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. സിഡാറോസിസ് അവസ്ഥയ്ക്ക് കാരണമാകുന്ന ലോഹം ഇരുമ്പാണ്. സിഡാറോസിസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ലോഹം ഇരുമ്പാണ്. സ്വർണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. മഞ്ഞലോഹം എന്നറിയപ്പെടുന്നത് സ്വർണം. മഞ്ഞലോഹം എന്നറിയപ്പെടുന്നത് സ്വർണം. ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം സ്വർണം. ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം സ്വർണമാണ്. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ലോഹം സ്വർണമാണ്.
ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ലോഹം സ്വർണമാണ്. ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹം സ്വർണമാണ്. ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹം ഏതാ? സ്വർണമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹം എന്ന് ചോദിച്ചാൽ അത് സ്വർണമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹം എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ആഭരണ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം സ്വർണമാണ്. ആഭരണ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം സ്വർണമാണ്. അടുത്തതാണ് ടൈറ്റാനിയം. 21-ാം നൂറ്റാണ്ടിന്റെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. 21-ാം നൂറ്റാണ്ടിന്റെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ക്രോൾ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രോൾ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ചോദിച്ചാൽ അത് ടൈറ്റാനിയമാണ്. അടുത്തതാണ് ഫ്ലോറിൻ. ആരെ പറ്റിയാ പറയാൻ പോകുന്നത്? ഫ്ലോറിനെ പറ്റി. വൈദ്യുത ഋണത അഥവാ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിൻ ആണ്. വൈദ്യുത ഋണത അഥവാ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിൻ ആണ്. 17-ാം ഗ്രൂപ്പിലെ ഏറ്റവും രാസ പ്രതികരണ ശേഷി കൂടിയ മൂലകം ഫ്ലോറിൻ ആണ്. 17-ാം ഗ്രൂപ്പിലെ ഏറ്റവും രാസ പ്രതികരണ ശേഷി കൂടിയ മൂലകം ഏതാണ്? ഫ്ലോറിൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മറ്റ് ഇലമെന്റിനെ കണ്ടാലും ഇവൻ കയറി അപ്പോഴേ പ്രവർത്തിക്കും കേട്ടോ. അതുകൊണ്ടാണ് രാസ പ്രതികരണ ശേഷി കൂടിയ മൂലകമാണ് ആരെന്ന് പറയുന്നത്? ഫ്ലോറിൻ എന്ന് പറയുന്നത്. കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകം ഫ്ലോറിൻ ആണ്. ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകം ചോദിച്ചാൽ അത് ഫ്ലോറിൻ ആണ്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലോറിൻ ആണ്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം എന്നറിയപ്പെടുന്നത് ഫ്ലോറിൻ ആണ്. ആണവോർജ മേഖലയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഫ്ലോറിൻ ആണ്. ആണവോർജ മേഖലയിലെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാ? ഫ്ലോറിൻ ആണ്. ഉയർന്ന വൈദ്യുത ട്രാൻസ്ഫോമറുകളിലെ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന വാതകം ഫ്ലോറിൻ ആണ്. ഉയർന്ന വൈദ്യുത ട്രാൻസ്ഫോമറുകളിലെ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന വാതകം ഏതാ? ഫ്ലോറിൻ ആണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് യുറേനിയം. ആരെ പറ്റിയാ? യുറേനിയത്തെ പറ്റി. ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് യുറേനിയം. തെറ്റിപ്പോവരുത്. ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം എന്ന് ചോദിച്ചാൽ അത് യുറേനിയമാണ്. ഹിരോഷിമയിലിട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം യുറേനിയം. ഹിരോഷിമയിലിട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാ? യുറേനിയമാണ്. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം എന്നറിയപ്പെടുന്നത് യുറേനിയത്തിൻ്റെതാണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റമുള്ളത് യുറേനിയത്തിനാണ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം യുറേനിയം. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം യുറേനിയം. കളിമൺ പാത്രങ്ങൾക്ക് നിറം നൽകാൻ പുരാതന റോമക്കാർ ഉപയോഗിച്ചിരുന്ന മൂലകം യുറേനിയം. കളിമൺ പാത്രങ്ങൾക്ക് നിറം നൽകാൻ പുരാതന റോമക്കാർ ഉപയോഗിച്ചിരുന്ന മൂലകം ഏതായിരുന്നു? യുറേനിയം ആയിരുന്നു. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് അലുമിനിയം. ഏതാണ്? അലുമിനിയം. വൈദ്യുത പ്രസരണത്തിന് സർക്കാർ മേഖലയിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹം എന്നറിയപ്പെടുന്നത് അലുമിനിയം. വൈദ്യുത പ്രസരണത്തിന് സർക്കാർ മേഖലയിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹം അലുമിനിയം. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. കോമ്പാക്ട് ഡിസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. കോമ്പാക്ട് ഡിസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. ക്രയോലൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന പ്രധാന ലോഹം അലുമിനിയം. ക്രയോലൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന പ്രധാന ലോഹം അലുമിനിയമാണ്. ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ലോഹം അലുമിനിയമാണ്. ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ലോഹം അലുമിനിയമാണ്. ഡുറാലുമിൻ എന്ന ലോകസങ്കരത്തിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത് അലുമിനിയം. ഡുറാലുമിൻ എന്ന ലോകസങ്കരത്തിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത് അലുമിനിയമാണ്. സിഗരറ്റ് റാപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. സിഗരറ്റ് റാപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. വാഹനങ്ങളിൽ ഭാരം കുറഞ്ഞ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. ഇപ്പൊ അലുമിനിയം ഉപയോഗിച്ചിട്ടുള്ള ഒത്തിരി എഞ്ചിനുകൾ ഇറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ വാഹനങ്ങളിൽ ഭാരം കുറഞ്ഞ എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാ? അലുമിനിയമാണ്.
ബേസ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അത് അലുമിനിയമാണ്. ശ്രദ്ധിച്ചോളണേ, ബേസ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അത് അലുമിനിയമാണ്. ഇരുമ്പ് കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. ഇരുമ്പ് കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ഏതാ? അലുമിനിയമാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ ഡേ 20 സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 3യുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.